everyone. How are you all? Okay, fine. Did you study well? Did you study the previous portion? Today we will learn about 26 to 30. ഇന്ന് 26 മുതൽ 30 വരെയാണ് നമുക്കൊന്ന് എഴുതാൻ പഠിക്കാനുള്ളത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ഓറൽ പഠിക്കണം അല്ലേ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ 40 വരെ ഓറൽ ചെയ്യാൻ പഠിച്ചില്ലേ? ഇന്ന് 41 to 50 വരെ പഠിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? 1, 0, 10. Next number 1, 1, 11, 1, 1, 11, 1, 2, 12, 1, 3, 13, 1, 4, 14, 1, 5, 15, 1, 6, 16, 1, 7, 17, 1, 8, 18, 1, 9, 19, 2, 0, 20 അല്ലേ? 2, 0, 20. ലാസ്റ്റ് നമ്പർ 2 തുടങ്ങും. ഫസ്റ്റ് നമ്പർ 2 തുടങ്ങും. 2, 1, 21, 2, 2, 22, 2, 3, 23, 2, 4, 24, 2, 5, 25, 2, 6, 26, 2, 7, 27, 2, 8, 28, 2, 9, 29, 3, 0, 30 അല്ലേ? ലാസ്റ്റ് നമ്പർ 3 തുടങ്ങി 3, 0, 30. അടുത്ത നെക്സ്റ്റ് നമ്പർ 3 തുടങ്ങും. 3, 1, 31, 3, 2, 32, 3, 3, 33, 3, 4, 34, 3, 5, 35, 3, 6, 36, 3, 7, 37, 3, 8, 38, 3, 9, 39, 4, 0, 40. 40 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൺലൈനായിട്ട് പഠിച്ചു അല്ലേ? നെക്സ്റ്റ് നമ്പർ 4, 0, 40 ആണ് പഠിച്ചത് ലാസ്റ്റ് നമ്പർ. അപ്പോൾ ഫസ്റ്റ് നമ്പർ അടുത്തിന് 4 തുടങ്ങും. 4, 1, 41, 4, 2, 42, 4, 3, 43, 4, 4, 44, 4, 5, 45, 4, 6, 46, 4, 7, 47, 4, 8, 48, 4, 9, 49, 5, 0, 50 അല്ലേ? ലാസ്റ്റ് നമ്പർ 5, 0, 50 അല്ലേ? ഇനി നമ്മൾ 5, 0, 50 വരെ നമ്മൾ ഓൺലൈൻ പഠിച്ചു. 50 വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൺലൈൻ ആദ്യം പഠിക്കുക. അതിനുശേഷം നമ്പർ ഏതുവരെയാണോ പഠിച്ചത് അത് ബാക്കിയുള്ള ഭാഗം പഠിക്കുക. ഇനി നമ്മൾ 25 വരെ എഴുതാൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2, 6, 26 അല്ലേ? 2, 6, 2, 5 വരെ നമ്മൾ എഴുതാൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? 2, 5 വരെ നമ്മൾ പഠിച്ച് നിർത്തിയാണ് അല്ലേ? 2, 5 വരെ പഠിച്ച് നിർത്തിയാണ്. നെക്സ്റ്റ് നമ്പർ 2, 6, 26. നെക്സ്റ്റ് നമ്പർ 2, 7, 27, 2, 8, 28, 2, 9, 29, 3, 0, 10. Okay? Take a text. Text എടുത്തോ. പേജ് നമ്പർ 60, 60 എടുക്കുക. അത് 25 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിൽക്കുകയാണ് അല്ലേ? അത് എഴുതി കഴിഞ്ഞല്ലോ എല്ലാവരും അല്ലേ? നെക്സ്റ്റ് നമ്പർ 2, 6, 26. ഇതിലെന്താ കാണിച്ചിരിക്കുന്നത്? ബൾബ് അല്ലേ? 26 ബൾബ് കാണിച്ചിട്ടുണ്ട് അല്ലേ? നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? 11, 12, 13, 14, 15, 16, 17, ഒന്ന് നോക്കണ്ട. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26 അല്ലേ? 26 ബൾബ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? നേരത്തെ എഴുതുപോലെ തന്നെ ഈ ബോക്സിനകത്ത് നിറച്ച് 26 എഴുതുക. നെക്സ്റ്റ് നമ്പർ 2, 7, 27 അല്ലേ? നമ്പേഴ്സ് 27 and 28 അല്ലേ? ഇതിലെന്താ കാണിച്ചിരിക്കുന്നത്?
27 tree കാണിച്ചിട്ടുണ്ട് അല്ലേ? How many trees are here? 27 trees അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27 അല്ലേ? അതുപോലെ ഈ 27 ഈ ബോക്സ് നിറച്ച് എഴുതാം. നെക്സ്റ്റ് നമ്പർ 2, 8, 20, 10, 28. ഇതെന്താ കാണിച്ചിരിക്കുന്നത്? കപ്പ് കേക്ക് അല്ലേ? നമുക്കെല്ലാം ഇഷ്ടമുള്ള കപ്പ് കേക്ക് ആണ് ഇത് കാണിച്ചിരിക്കുന്നത് അല്ലേ? കപ്പ് കേക്ക്സ്. ഹൗ മെനി കപ്പ് കേക്ക്സ് ആർ ഹിയർ? 28 കപ്പ് കേക്ക്സ് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28 അല്ലേ? ഇതും അതുപോലെ ഈ ബോക്സ് നിറച്ച് കുട്ടികളെ കൊണ്ട് 28 എഴുതാം. നെക്സ്റ്റ് നമ്പേഴ്സ് 29 and 30. ഓക്കെ, ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? ലോലിപോപ്പ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് അല്ലേ ലോലിപോപ്പ്. ഹൗ മെനി ലോലിപോപ്സ് ആർ ഹിയർ? ഇത് എത്ര ഈ പിക്ചറിൽ എത്ര കാണിച്ചിട്ടുണ്ട്? 29 ലോലിപോപ്സ് കാണിച്ചിട്ടുണ്ട് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഓക്കെ, ഈ ബോക്സ് നിറച്ച് 25 എഴുതുക. നെക്സ്റ്റ് നമ്പർ 30, 30 അല്ലേ? അത് ഏത് പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്? പെൻസിൽസ് അല്ലേ? ഹൗ മെനി പെൻസിൽസ് ആർ ഹിയർ? 30 പെൻസിൽസ് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഓക്കെ, ഇതിൽ 30 പെൻസിൽസ് കാണിച്ചിട്ടുണ്ടല്ലേ? ഇതും അതുപോലെ ഈ ബോക്സ് നിറച്ച് 30, 30 എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷേപ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഒരു ആക്ടിവിറ്റി പഠിച്ചിട്ടില്ലായിരുന്നോ അല്ലേ? ഇന്ന് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു ആക്ടിവിറ്റി കാണിച്ചു തരാം. എന്തൊക്കെ ഷേപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്, റെക്റ്റാങ്കിൾ പഠിച്ചിട്ടുണ്ട്, സ്ക്വയർ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്ക്വയർ പഠിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ സർക്കിൾ പഠിച്ചിട്ടുണ്ട്, പിന്നെ എന്താ ഓവൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് ഷേപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം? ഒരു കാർഡ് കൊടുക്കുക, അതിനകത്ത് എന്ത് ചെയ്യണം? ഒരു വെള്ള പേപ്പർ ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് പശയിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുക. അതിനുശേഷം ആദ്യം ഒരു സ്റ്റിക്ക് എടുത്ത് അതിൽ ഐസ്ക്രീം പശ ചേർത്തതിന് ശേഷം ഈ ഐസ്ക്രീം സ്റ്റിക്കിൽ നല്ലവണ്ണം തേച്ച് കൊടുക്കുക. അതിനുശേഷം ആദ്യം ഇതുപോലെ ഷേപ്പ് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് പഠിപ്പിക്കുക. അവരെ സഹായിച്ചു കൊടുത്താൽ ചെയ്തോളൂ. ആദ്യം എന്ത് ചെയ്യണം? സ്റ്റിക്ക് എടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് അതിനുശേഷം അടുത്ത സ്റ്റിക്ക് എടുത്ത് ഇവിടെ ഒട്ടിക്കുക. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ എന്ത് ഷേപ്പായത്? ഇത് ട്രയാങ്കിൾ ഷേപ്പായി. ഇതാണെങ്കിലോ ഇതും അതുപോലെ തന്നെ ആദ്യം സൈഡിലൊന്ന് അടുത്ത് ഇവിടെ 2
സ്റ്റിക്ക് കൊടുക്കുക, പച്ച തേച്ച് അവരെ കയ്യിൽ കൊടുക്കുക, അവരെ ഒട്ടിച്ചെടുക്കുക. അതുപോലെ ഈ 4 സൈഡും ഒട്ടിച്ച് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ഈ എന്ത് ഷേപ്പായത്, ഇത് റെക്ടാങ്കിൾ ഷേപ്പാണ് അല്ലേ. നെക്സ്റ്റ് അതുപോലെ തന്നെ ഇതാ സ്ക്വയർ ഷേപ്പ് അല്ലേ, ഇതുപോലെ സ്ക്വയർ ഷേപ്പും ഒട്ടിച്ചെടുക്കുക. ഇതിൽ പച്ച തേച്ച് ഒട്ടിച്ച് ഇതുപോലെ എടുക്കുക. അപ്പോൾ ഇതെന്താ, ഇത് ഷേപ്പായി സ്ക്വയർ ഷേപ്പാണ്. അതുപോലെ നമ്മൾ ഒരുപാട് രൂപങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഷേപ്പ് വെച്ചിട്ടുള്ള ഒരുപാട് രൂപം വീട്, പിന്നെന്താ മനുഷ്യരൂപങ്ങൾ ഒക്കെ നമുക്ക് ഷേപ്പ് വെച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങളുടെ ഐഡിയയിലുള്ള ഓരോ രൂപങ്ങൾ ഈ ഷേപ്പ് വെച്ച് തയ്യാറാക്കി എന്നെ കൊണ്ടുപോയിട്ട് സെല് ചെയ്തു. ഓക്കെ.